ചില രാത്രികൾ അങ്ങനെയാണ്. തീരെ ഉറക്കം വരില്ല. ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷെ മനസ്സിന് മാത്രം വിശ്രമമില്ല. ക്ലോക്ക് നോക്കുമ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. TV വർക്ക് ചെയ്യുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. പക്ഷേ ആ വീട്ടിൽ വിചിത്രമായൊരു നിശബ്ദതയാണ്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നല്ല വീടുണ്ട്, ഭക്ഷണത്തിന് കുറവില്ല, ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളില്ല, ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളുമുണ്ട്. പക്ഷെ ഉള്ളിൽ മാത്രം ആരും കാണാത്ത ഒരു ശൂന്യത, എന്തൊക്കെയോ സങ്കടങ്ങൾ. കാരണം ആ വീട്ടിൽ ജീവിക്കുന്ന 2 മനസ്സുകൾ ആരെയോ കാത്തിരിക്കുകയാണ്. ഡോർബെൽ അടിക്കുമോ എന്നല്ല, ഒരു ഫോൺ കോൾ വരുമോ എന്ന്. വാട്സപ്പിൽ അമ്മേ സുഖമാണോ എന്നൊരു മെസ്സേജ് വരുമെന്ന് കാത്തിരിക്കുന്നു. അച്ഛാ ഭക്ഷണം കഴിച്ചോ എന്നൊരു ചോദ്യത്തിന് വേണ്ടി. നമ്മുടെ ചുറ്റുപാടിൽ ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ മക്കളുടെ ഇത്തരം ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇതാരുടെയും കുറ്റം പറയാനുള്ള വീഡിയോ അല്ല. മക്കളെ കുറ്റം പറയാനോ അവരെ മോശക്കാരായി ചിത്രീകരിക്കാനോ അല്ല. കാലം മാറുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ എല്ലാം ജീവിതവും മാറിക്കൊണ്ടിരിക്കുന്നു. റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഇന്നും മാറിയിട്ടില്ല: ഒരമ്മയുടെ മനസ്സ്, ഒരച്ഛന്റെ കാത്തിരിപ്പ്. ഒരു കുഞ്ഞ് ആദ്യമായി അമ്മ എന്ന് വിളിച്ച ദിവസം മുതൽ ആ കുഞ്ഞ് എത്ര വലിയ ആളായാലും, എത്ര ബിസിയുള്ളവനായാലും, എത്ര ദൂരെ പോയാലും അവനെ കുറിച്ചുള്ള ചിന്ത ഒരമ്മയുടെ മനസ്സിൽ നിന്നും മാറുന്നില്ല. ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന ചില അമ്മമാരെങ്കിലും ഇപ്പോൾ കരയുന്നുണ്ടാവും. ചില അച്ഛന്മാർ പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ തകർന്നിരിക്കാം. കാരണം ഒരു കാലത്ത് ഈ വീടിന്റെ സന്തോഷം മക്കളായിരുന്നു. അവരുടെ ചിരി, അവരുടെ കളികൾ, അവരുടെ ചെറിയ ചെറിയ വഴക്കുകൾ, സ്കൂളിലേക്ക് പോകാൻ മടിക്കുന്ന ദിവസങ്ങൾ, രാത്രിയിൽ പനി വന്നപ്പോൾ അവർക്ക് കാവലിരുന്ന് ഉറങ്ങാത്ത രാത്രികൾ. പണമില്ലാതിരുന്നിട്ടും മക്കളുടെ ഡ്രീംസ് തകരരുത് എന്ന് കരുതി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച നിമിഷങ്ങൾ. ഒരു ഷർട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും ആ കാശുമായി മകന്റെ ഫീസ് അടക്കാൻ ഓടിയ ഒരച്ഛന്റെ മനസ്സ്. സ്വന്തം മെന്റൽ സ്ട്രെസ് ആരോടും പറയാതെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ചിരിച്ച ഒരമ്മയുടെ ഹൃദയം. ഇത്തരം കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ ചെയ്യുന്നത് മക്കളിൽ നിന്നും ഒരു റിട്ടേണും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. പക്ഷെ അപ്പോഴും അവർക്കൊരു ചെറിയ ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നു: നാളെ അവർ വലിയ ആളുകളായാലും നമ്മെ അവർ മറക്കരുത്. പക്ഷെ ഇന്ന് ഈ വീട്ടിൽ നിശബ്ദതയാണ്. മക്കൾ തെറ്റുകാരല്ല. അവർക്ക് അവരുടെ ഫാമിലിയുണ്ട്, കരിയറുണ്ട്, അവരുടെ ജോലിയിലുള്ള പ്രഷറുകളുണ്ട്, അവരുടെ ജീവിതവും ഒരുപാട് തിരക്ക് പിടിച്ചതാണ്. പക്ഷെ ചില രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരമ്മ ഫോണെടുത്ത് മകന്റെ പഴയ ഫോട്ടോസ് നോക്കും. ഒരച്ഛൻ ഫേസ്ബുക്കിൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഫോട്ടോസ് നോക്കി ചിരിക്കും. പക്ഷെ ആ ചിരിക്ക് പിന്നിലും ഒരു ചോദ്യമുണ്ടാവും: ഇത്രയൊക്കെ സ്നേഹിച്ച ഞങ്ങളെ ഓർക്കാൻ അവർക്ക് തീരെ സമയമില്ലേ? അവിടെ നിന്നാണ് ഒരു അപകടം പിടിച്ച ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്: ഇനി നമ്മളെ ആർക്കും വേണ്ട, ജീവിതത്തിന് ഇനി മീനിങ് ഇല്ല, നമ്മൾ അവർക്ക് ഒരു ഭാരമായി മാറിയോ? ഇതെല്ലാം അവരുടെ കുറ്റമാണോ? ഒരു പക്ഷേ അല്ലായിരിക്കാം. പക്ഷേ ഈ നിശബ്ദമായ വേദന ആരോട് പറയും? അവിടെയാണ് നിങ്ങൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്. മക്കൾ അകന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. പല മാതാപിതാക്കളും അറിയാതെ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്: പുറമേക്ക് അവർ ആരോടും ഒന്നും പറയില്ല, പക്ഷെ ഉള്ളിൽ മാത്രം അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഞാൻ അവരെ സ്നേഹിച്ചതിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇന്ന് അവർക്ക് നമ്മളെ ആവശ്യമില്ലേ? ഇനി നമ്മുടെ ജീവിതത്തിന് എന്താണൊരു മീനിങ്? സത്യത്തിൽ ഈ ചോദ്യങ്ങളാണ് നാം മനുഷ്യരെ വല്ലാതെ തകർക്കുന്നത്. കാരണം ഒറ്റപ്പെടൽ എന്നത് അത്ര വലിയൊരു പ്രശ്നമല്ല, പക്ഷെ നമ്മളെ ആർക്കും വേണ്ട എന്ന ഫീലിംഗ്, അതാണ് നമ്മുടെ മനസ്സിനെ പതുക്കെ തളർത്തുന്നത്. പല അമ്മമാരും അത് പുറത്ത് കാണിക്കില്ല. അവർ അടുക്കളയിൽ ജോലി ചെയ്യും, പ്രാർത്ഥനകളിൽ മുഴുകും, TV കാണും, അയൽ വീട്ടുകാരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കും. പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം തലയിണ നനയുന്ന കണ്ണുനീർ ആരും കാണുകയില്ല. പല അച്ഛന്മാരും അതിലും വ്യത്യസ്തമാണ്. അവർ കരയില്ല, പക്ഷെ മുമ്പ് മക്കളോട് ദിവസവും ഫോണിൽ സംസാരിച്ചിരുന്ന ആൾ വെറുതെ ഫോൺ എടുക്കും, വീണ്ടും താഴെ വെക്കും. മക്കളെ വിളിക്കണോ? ഇപ്പോൾ അവർ ബിസി ആയിരിക്കുമോ? ഈ സമയത്ത് വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവുമോ? ഇത്തരം ചിന്തകളിൽ അവർ സ്വയം പിന്നോട്ട് തന്നെ പോവാൻ ശ്രമിക്കും.
അതിനുശേഷം മറ്റൊരു വേദന വരാനുണ്ട്. പെരുന്നാൾ, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, കുടുംബത്തിലെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ. ഒരു കാലത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷിച്ചിരുന്ന, ആഘോഷിച്ചിരുന്ന ആ ദിവസങ്ങളെ അവർ ഓർക്കും. ഇന്ന് ഫോട്ടോസ് മാത്രം ബാക്കിയാവും. ആ പഴയ ആൽബം തുറക്കുമ്പോൾ ഒരമ്മയുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തും. ഈ മകൻ ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, ഈ മകൾ ആദ്യമായി അമ്മ എന്ന് വിളിച്ച ദിവസം, അസുഖങ്ങൾ വന്നപ്പോൾ സ്വന്തം ക്ഷീണം മറന്ന് അവരെ പരിചരിച്ച നാളുകൾ, കയ്യിൽ പണമില്ലാഞ്ഞിട്ടും അവരുടെ പഠനം മുടങ്ങരുത് എന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങൾ. അന്ന് മറ്റൊരു കാര്യങ്ങളും മനസ്സിൽ വന്നിരുന്നില്ല. നാളെ അവർ നമ്മെ മറന്നുപോകുമോ? അന്ന് അതൊന്നും ചിന്തിച്ചില്ല. കാരണം സ്നേഹത്തിന് കണക്കുകളില്ല. മാതാപിതാക്കൾ റിട്ടേൺ പ്രതീക്ഷിച്ച് മക്കളെ ഒരിക്കലും സ്നേഹിക്കാറുമില്ല. വളർന്നാലും അവർ നമ്മെ ഓർക്കണം എന്ന ആഗ്രഹം ഒരു സ്വാർത്ഥതയല്ല, അതൊരു അവകാശവുമല്ല, അതൊരു ഹൃദയത്തിന്റെ ആഗ്രഹം മാത്രമാണ്. പക്ഷെ ഒരു സത്യം നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ. മക്കൾ മാറിയിട്ടില്ല, കാലമാണ് മാറിയത്. ഇന്ന് ലൈഫ് എന്നത് വളരെ ഫാസ്റ്റാണ്. അവർക്ക് അവരുടേതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അവർക്കുമുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസും മെന്റൽ സ്ട്രെസ്സും കരിയറിന്റെയും ഫാമിലിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ അവർക്കുമുണ്ട്. ഒരുപക്ഷെ അവർക്ക് നിങ്ങളെ വിളിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടാവും. പക്ഷെ സമയം അവരെ പിടിച്ചിരുത്തുന്നുണ്ടാവും. അതുകൊണ്ട് അവരുടെ സ്നേഹം കുറഞ്ഞു എന്ന് നിങ്ങൾ കരുതരുത്. എല്ലാ സ്നേഹവും വാക്കിലൂടെ പ്രകടിപ്പിക്കണമെന്നില്ല. ചില മക്കൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ അതവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല. ചിലർക്ക് സമയമില്ല, മറ്റു ചിലർക്ക് ഉത്തരവാദിത്വങ്ങളുടെ ഭാരവുമുണ്ട്. മക്കളുടെ തിരക്കിനെ നമ്മൾ അപകടകരമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു. അവർക്ക് നമ്മളെ വേണ്ടാതായിരിക്കുന്നു, നമ്മോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ നാം അവരെ വ്യാഖ്യാനിക്കുന്നു. അതാണ് നമ്മുടെ തെറ്റ്. നിങ്ങളുടെ വാല്യൂ മക്കളുടെ ഫോൺ കോളിന്റെ എണ്ണത്തിലൂടെ തീരുമാനിക്കപ്പെടുന്ന ഒന്നല്ല. നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ആരെങ്കിലും ദിവസവും സംസാരിക്കുന്നുണ്ടോ എന്നതുകൊണ്ട് അളക്കപ്പെടേണ്ട ഒന്നല്ല. കാരണം നിങ്ങളൊരു അച്ഛനാണ്, ഒരമ്മയാണ്. നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇന്നവർ ലോകത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നത്. അതത്ര ചെറിയ കാര്യമല്ല. മാതാപിതാക്കൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമുണ്ട്. ജീവിതം മുഴുവൻ മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച പലരും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്വന്തം ഡ്രീമില്ല, ഹാപ്പിനെസ് ഇല്ല, സ്വന്തം ഫ്രണ്ട്സ് ഇല്ല, സ്വന്തം പാഷൻ ഇല്ല. അവർക്കെല്ലാം മക്കളായിരുന്നു. മക്കൾ സ്വന്തം ജീവിതത്തിലേക്ക് പോയപ്പോൾ സത്യത്തിൽ മാതാപിതാക്കളുടെ ജീവിതം ശൂന്യമായിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം വെറുതെയായി, ഇനി നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. അവിടെയാണ് ജീവിതം നമ്മെ ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നത്. മക്കളെ സ്നേഹിക്കുക, പക്ഷെ സ്വന്തം ജീവിതത്തെ മറക്കരുത്. മക്കളെ കരുതുക, പക്ഷെ സ്വന്തം മനസ്സിനെയും കരുതണം. അവരെ അനുഗ്രഹിക്കണം, പക്ഷെ സ്വന്തം സന്തോഷത്തെ ശിക്ഷിക്കരുത്. കാരണം ദൈവം നിങ്ങളെ ഒരു പേരന്റായി മാത്രമല്ല സൃഷ്ടിച്ചത്, ഒരു മനുഷ്യനായും സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ജീവിതത്തിൽ എല്ലാറ്റിനും അവകാശമുണ്ട്, അവസരങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ചിരിക്കാനും സന്തോഷിക്കാനും യാത്ര ചെയ്യാനും സുഹൃത്തുക്കളോടെല്ലാം സംസാരിക്കാനും അവരോടൊപ്പം ചെലവഴിക്കാനുമുള്ള അധികാരവും അവകാശവുമുണ്ട്. പഴയ ഡ്രീമുകളെല്ലാം പൊടിതട്ടി വീണ്ടും ജീവിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന ഒരമ്മ ഇപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ടാവും, എനിക്കിനി എന്ത് ഡ്രീംസ്, എന്റെ ജീവിതമെല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവിതം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ജീവിതം ഇപ്പോഴാണ് നിങ്ങളെ മറ്റൊരു അധ്യായത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മാതാപിതാക്കൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരമ്മയുടെ വില മക്കളുടെ സാമീപ്യത്തിൽ മാത്രമല്ല, ഒരച്ഛന്റെ മഹത്വം എന്നത് മക്കൾ എത്ര തവണ ഫോൺ വിളിക്കുന്നു എന്നതിലുമല്ല. നിങ്ങളുടെ വാല്യൂ എന്നത് ദൈവം നിങ്ങളെ എത്ര സ്നേഹത്തോടെ സൃഷ്ടിച്ചു എന്നതിലാണ്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ വീട് നിശബ്ദമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിശബ്ദമാക്കേണ്ടതില്ല. ചിലപ്പോൾ മക്കൾ അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച പലരും ഒരു ദിവസം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വന്തം മുഖത്തെ പോലും മറന്നുപോകും. ഞാൻ ആരാണ്? എനിക്ക് എന്തായിരുന്നു ഇഷ്ടങ്ങൾ? എന്റെ ഹാപ്പിനെസ് എന്തൊക്കെയാണ്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തന്നെ ഇല്ലാതാവും. കാരണം വർഷങ്ങളോളം അവർ സ്വന്തം ജീവിതത്തെക്കാൾ
മറ്റുള്ളവരുടെ ജീവിതത്തിനാണ് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. അതൊരിക്കലും ഒരു തെറ്റല്ല, അതൊരു സ്നേഹം തന്നെയാണ്. പക്ഷെ അതിലൊരു ഫാക്റ്റ് ഉണ്ട്. നമ്മൾ എത്ര സ്നേഹിച്ചാലും ഒരു നാൾ എല്ലാവർക്കും സ്വന്തം യാത്രയുണ്ട്. പക്ഷികൾ പോലും കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് ഒരു ദിവസം അവർ പറന്നു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ മനുഷ്യരുടെ ഹൃദയം അങ്ങനെയല്ല, പ്രത്യേകിച്ചും അമ്മമാരുടെ ഹൃദയം. ഒരമ്മക്ക് മകൻ 50 വയസ്സായാലും അവൻ ഇന്നും കുഞ്ഞാണ്. മകൾക്ക് സ്വന്തം കുടുംബമായാലും അവൾ ഇന്നും തന്റെ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് ഉറങ്ങിയിരുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് അവർ അകന്നു പോകുമ്പോൾ അമ്മമാരുടെ ഹൃദയം തകരുന്നത്, അവരുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ടാവുന്നത്. ആ ശൂന്യത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. അവർ സന്തോഷിക്കാൻ തന്നെ പേടിക്കുന്നു. മക്കൾ അകലെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ചിരിക്കാൻ പാടില്ല, അവർ ബിസിയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല, അവർക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയാണിത്. കാരണം നിങ്ങൾക്കും സന്തോഷവും സമാധാനവും അർഹതപ്പെട്ടതാണ്. ജീവിതം മുഴുവൻ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരാൾക്ക് ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിൽ സ്വന്തം മനസ്സിനെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഞാൻ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നാലും ചില രാത്രികളിൽ അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ നനയാറില്ലേ? ഒരു പഴയ ഫോട്ടോ കാണുമ്പോൾ, ഒരു പഴയ വോയിസ് മെസ്സേജ് കേൾക്കുമ്പോൾ, ഒരു ഫാമിലി ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം വീട് വീണ്ടും നിശബ്ദമാവുമ്പോൾ, അപ്പോൾ നമ്മുടെ മനസ്സ് പറയും, എത്ര വേഗമാണ് കാലം കടന്നു പോകുന്നത്. ഒരു കാലത്ത് ഈ വീട്ടിൽ നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. കളിപ്പാട്ടങ്ങൾ, സ്കൂൾ ബാഗ്, ചിരികൾ, വഴക്കുകൾ, ബർത്ത്ഡേ ആഘോഷങ്ങൾ, എക്സാം ടെൻഷൻ, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഇന്ന് അതേ വീട്ടിൽ നിശബ്ദതയാണ്. ആ നിശബ്ദത ചിലപ്പോൾ സമാധാനമാവും, ചില സമയങ്ങളിൽ ഒറ്റപ്പെടലിന്റെ വേദനയുമായി തീരും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും. ഒറ്റപ്പെടൽ എന്നത് ഒരു അപകടമല്ല, പക്ഷെ ഒറ്റപ്പെടലിനെ നാം മനസ്സിലേക്ക് കയറ്റി ഇനി എനിക്ക് ആരുമില്ല എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് അപകടമായി തീരുന്നത്. ആ ചിന്തകൾ പതുക്കെ ഡിപ്രഷനിലേക്കും മെന്റൽ സ്ട്രെസ്സിലേക്കും നമ്മെ നയിക്കും. ബ്ലഡ് പ്രഷർ കൂട്ടും, ജീവിതത്തോടുള്ള താല്പര്യം കുറയും, അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ തന്നെ അത് നശിപ്പിക്കും. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും നാം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഫോൺ എടുക്കില്ല, ആരോടും സംസാരിക്കില്ല, പുറത്തേക്ക് പോവില്ല, സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കില്ല. എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അത്തരം നെഗറ്റീവ് ചോദ്യങ്ങൾ നമുക്ക് എന്തായാലും വേണ്ട. ദൈവം എനിക്ക് ഇന്നും ആരോഗ്യവും ആയുസ്സും തന്നത് എന്തിനാണ്? കാരണം ദൈവം ഒരിക്കലും ഉപയോഗം കഴിഞ്ഞ ആളുകളെ ഭൂമിയിൽ വെച്ചേക്കില്ല. ഓരോ ദിവസത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ ചിരി മറ്റൊരാൾക്ക് ഇനിയും പ്രതീക്ഷയാവാം. നിങ്ങളുടെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമായേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് വഴികാട്ടിയാവാം. നിങ്ങളുടെ സ്നേഹം ഇന്നും ലോകത്തിന് ആവശ്യമുണ്ട്. ഇത്തരം പോസിറ്റീവ് ചിന്തകളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും. അതുകൊണ്ട് തന്നെ മക്കളെ സ്നേഹിക്കുക, പക്ഷെ അവരെ നിങ്ങളുടെ മുഴുവൻ ലോകമാക്കി മാറ്റരുത്. മക്കളെ അനുഗ്രഹിക്കുക, പക്ഷെ നിങ്ങളുടെ സമാധാനം അവരുടെ സമയക്രമത്തിന് വിട്ടുകൊടുക്കരുത്. അവർ നിങ്ങളെ മറന്നിട്ടില്ല, അവർ ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്. ഒരുപക്ഷെ അവർ നിങ്ങളോട് പറയാതെ, അതൊന്നും പ്രകടിപ്പിക്കാതെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും. പ്രതീക്ഷകൾ കൂടുമ്പോൾ സ്നേഹത്തെക്കാൾ അത് വേദനയായിരിക്കും. സ്നേഹിക്കുക, പക്ഷെ കണക്ക് വെക്കരുത്. കൊടുക്കുക, പക്ഷെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത്. പ്രാർത്ഥിക്കുക, പരാതിപ്പെടാതിരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ചില ബന്ധങ്ങൾ എത്ര അകലത്തിലായാലും മനസ്സുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ളതായിരിക്കും. ചില മക്കൾ ദിവസവും വിളിക്കില്ല, പക്ഷെ അവർ രാത്രിയിൽ കിടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. ചിലർ സ്നേഹം പറയില്ല, അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു കാര്യം മാത്രം പറയുക, ദൈവമേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവർ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കണമേ, എനിക്ക് മനസ്സമാധാനവും നന്ദിയുമുള്ള ഒരു ഹൃദയം നൽകണമേ. മക്കൾ അകന്നു പോകുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ദൈവം നിങ്ങളെ ഇതിലും കൂടുതൽ ആഴമുള്ള ചിന്തകളിലേക്കും മനസ്സമാധാനത്തിലേക്കും വിളിക്കുന്ന അവസരമായിരിക്കും അത്.
ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും ചുറ്റും നിൽക്കുമ്പോഴല്ല, ആരുമില്ല എന്ന് തോന്നുമ്പോഴും തകരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ്. കാലം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ചില ആളുകളെ നഷ്ടപ്പെടുത്തിയതിനു ശേഷമാണ് നാം ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചില നിശബ്ദതകൾ അനുഭവിച്ചതിന്റെ ശേഷമാണ് സമാധാനത്തിന്റെ വില നാം അറിയുക. ചില കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് പ്രതീക്ഷകൾ കുറക്കാൻ നാം പരിശീലിക്കുന്നത്. അതാണ് ജീവിതത്തിന്റെ പക്വത. ഒരിക്കലൊരച്ഛൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ മക്കൾക്കു വേണ്ടി ജീവിച്ചു. അവരുടെ പഠനത്തിനു വേണ്ടി എന്റെ ആഗ്രഹങ്ങൾ പോലും മാറ്റിവെച്ചു. അവരുടെ ഫ്യൂച്ചറിനു വേണ്ടി എന്റെ ഹെൽത്ത് പോലും ശ്രദ്ധിക്കാതെ ഞാൻ ജോലി ചെയ്തു. അവരെ നല്ല നിലയിൽ എത്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴും അവരെന്റെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷെ അവർ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിലേക്ക് പോയപ്പോൾ ഞാൻ ആകെ തകർന്നു. എനിക്ക് തോന്നി എന്റെ ജീവിതം അവസാനിച്ചു എന്ന്. ആ മനുഷ്യൻ അത് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. ഞാൻ മക്കളെ വളർത്തി, പക്ഷെ എന്നെ തന്നെ വളർത്താൻ ഞാൻ മറന്നു. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ എത്രയോ ആളുകളുടെ ജീവിതമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു, പക്ഷെ നമ്മെ കുറിച്ച് ചിന്തിക്കാൻ മറക്കുന്നു. പക്ഷെ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇനിയും വൈകിയിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും ജീവിതം ഉള്ളിടത്തോളം കാലം പുതിയ പുതിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ വൈകിയിട്ടില്ല. പഴയ സുഹൃത്തുക്കളെ വിളിക്കുക, ചെറിയ ചെറിയ യാത്രകൾ പോവുക, പുസ്തകങ്ങൾ വായിക്കുക, ചെടികളും പൂക്കളും മറ്റും വളർത്തുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റികൾ കണ്ടെത്തി അതിൽ സജീവമാവുക. നല്ലൊരു പാട്ട് കേൾക്കുന്നത് പോലും മനസ്സിന് എത്രമാത്രം സന്തോഷം നൽകും. ദൈവത്തോട് കൂടുതൽ അടുക്കുക, മോർണിംഗ് വാക്ക് റൊട്ടീനാക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശീലിക്കുക. കാരണം സന്തോഷം എന്നത് വലിയ വലിയ സംഭവങ്ങളല്ല. രാവിലെ ഒരു ചായ കുടിക്കുമ്പോഴും സന്തോഷം കിട്ടും. മഴ പെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്നത് തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. കൊച്ചുമക്കളുടെ ചിരിക്കുന്ന ഓർമ്മകൾ, ഒരു പഴയ പാട്ടിന്റെ ഓർമ്മകൾ, ഒരു ചെറിയ യാത്രയിൽ, ഇതിലെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ജീവിതം അവസാനിച്ചിട്ടില്ല, അത് അതിന്റെ ഷേപ്പൊന്ന് മാറ്റിയതാണ്. ഒരു കാലത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം മക്കളായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം നിങ്ങളും ദൈവവും, നിങ്ങളുടെ സമാധാനവും സന്തോഷങ്ങളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റികളും മാത്രമായിരിക്കണം. നിങ്ങളെ സ്നേഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ ഇന്ന് നിശബ്ദമായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വീട് ശാന്തമായിരിക്കാം, ആ ശാന്തതയിലും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവാം. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാം, ആ കണ്ണുനീരിന്റെ ഓരോ തുള്ളിയും ദൈവത്തിനറിയാം. അതൊരു പുഞ്ചിരിയാക്കി മാറ്റാൻ ദൈവത്തിന് നിമിഷ നേരം മതി. ഇന്നു തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഇനി ഞാൻ മക്കളെ കുറ്റപ്പെടുത്തില്ല, ശപിക്കില്ല, അവരോടുള്ള സ്നേഹം കുറയ്ക്കില്ല. എന്റെ സന്തോഷത്തെ അവരുടെ ബിസി ലൈഫിന്റെ തടവുകാരനുമാക്കില്ല. അവർ വിളിച്ചാൽ സന്തോഷം, വിളിച്ചില്ലെങ്കിലും സന്തോഷം. അവർ വന്നാൽ സന്തോഷം, വരാൻ കഴിഞ്ഞില്ലെങ്കിലും സന്തോഷം. കാരണം സ്നേഹം എന്നത് പിടിച്ചു വെക്കലല്ല, അനുഗ്രഹം എന്നത് വിട്ടുകൊടുക്കുവാനുള്ള കഴിവാണ്. അമ്മയുടെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല, അച്ഛന്റെ കരുതൽ ഒരിക്കലും കുറയില്ല. പക്ഷെ ആ സ്നേഹത്തോടൊപ്പം തന്നെ മനസമാധാനവും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു അമ്മ കരയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അച്ഛൻ നിശബ്ദമായി കണ്ണീർ തുടക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം മാത്രം ഓർക്കുക. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളുടെ മൂല്യം കുറഞ്ഞിട്ടുമില്ല, നിങ്ങളുടെ ആവശ്യം അവസാനിച്ചിട്ടില്ല, നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സ്നേഹം നിങ്ങളിലുണ്ട്. ഇനിയും സന്തോഷമായി ജീവിക്കാനുള്ള ജീവിതം നിങ്ങൾക്ക് ബാക്കിയുണ്ട്. ഇന്നു മുതൽ സമാധാനമായി ഉറങ്ങുക, ആരെയും കുറ്റപ്പെടുത്താതെ, ആരോടും പരിഭവമില്ലാതെ, ഒരു ചെറു പുഞ്ചിരിയോടെ ദൈവത്തോട് ഒരു കാര്യം മാത്രം പറയുക: എല്ലാറ്റിനും നന്ദി. എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരെ സന്തോഷത്തോടെ കാത്തു രക്ഷിക്കണമേ. എന്റെ മനസ്സിൽ നിന്നും പരാതികളും പരിഭവങ്ങളും എടുത്തു
മാറ്റണമേ. എനിക്കും ലോകത്തുള്ള മറ്റുള്ളവർക്കും സമാധാനം നൽകണമേ. അവരെ സ്നേഹിക്കാനുള്ള ഹൃദയവും വിട്ടുകൊടുക്കാനുള്ള പക്വതയും നൽകണമേ. ഇത്തരം പ്രാർത്ഥനകളും പ്രവൃത്തികളും നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും. ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലമെന്നത് എല്ലാവരും ചുറ്റും നിൽക്കുമ്പോഴല്ല, എല്ലാം മാറിയ ശേഷവും നമ്മുടെ മനസ്സിലെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാതെ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ്. അവിടെയാണ് മാതാപിതാക്കളുടെ യഥാർത്ഥ മഹത്വം. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിജയവും അവിടെ മുതലാണ്. ദൈവം നൽകുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് മനസ്സമാധാനം എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചിന്തകളും സങ്കടങ്ങളും ഒഴിവാക്കി സന്തോഷമായി സമാധാനത്തോടെ ജീവിക്കാൻ തയ്യാറാവുക. നിങ്ങൾക്കെന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി എഴുതി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേ അവസ്ഥയിൽ ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.